ഈ പാരൻസ് അല്ലെങ്കിൽ പാരൻസിനൊരു കെയർ ഇല്ലാത്തൊരു കുട്ടി അല്ലെങ്കിൽ പാരൻസ് പ്രോപ്പറായി നോക്കാത്തൊരു കുട്ടിയെ തന്നെയാണ് കൂടുതലും. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ടൊരു സൊസൈറ്റിയിലുള്ളൊരു ഗ്രൂപ്പിന് തോന്നുകയാണ് ഇവർക്ക് ചോദിക്കാൻ ആരുമില്ല, നമ്മൾ എന്ത് ചെയ്താലും ഒരു പ്രശ്നമില്ല എന്ന് വിചാരിച്ചിട്ടായിരിക്കും പലരും നിങ്ങളെ യൂസ് ചെയ്യാൻ നോക്കിയത്. തീർച്ചയായും. കാരണം കള്ളങ്ങളാണ് ഇവിടെ ഉള്ളത്, സത്യങ്ങളില്ല. ഒരു പെണ്ണെ കുറിച്ച് അങ്ങോട്ട് പോയി ഇങ്ങോട്ട് വരുമ്പോൾ ഇപ്പം ഞാൻ പറയട്ടെ, എനിക്ക് നടന്നൊരു കാര്യം, എൻ്റെ വീട്ടിൽ വന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടെന്ന് വെച്ച ഒരാളിനാണ്. അതായത് 10 വയസ്സും 8 വയസ്സുള്ള എൻ്റെ അനിയനും അമ്മയച്ഛനും ഇല്ലാത്ത സമയത്ത് ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ അമ്മ പറഞ്ഞ ഒരൊറ്റ കാര്യം, ആ പയ്യന് ആരുമില്ലാത്ത അവൻ വന്നു കഴിഞ്ഞാൽ ഭക്ഷണം കൊടുത്തേക്കാം, അവൻ അമ്മയില്ലാത്തല്ലേ, നിങ്ങൾ എടുക്കുമ്പോൾ കൊടുത്തേക്കാം. അങ്ങനെ അവൻ്റെ അനിയനും കൂടി വരുന്നതിന് പകരം അനിയനെ വീട്ടിൽ അവൻ മാത്രം വരും. ഒന്നാലോചിച്ച് നോക്കി, എനിക്ക് 10 വയസ്സ്, അവന് 15 വയസ്സ്. ആ 15 12 ആ പൈസയിൽ ഞാൻ പൈപ്പിംഗ് ഏരിയയിൽ നിൽക്കണം മാത്രമേ ഉള്ളൂ, പഠിക്കുന്ന മുഴുവൻ ഫോട്ടോ വെച്ചില്ല. അപ്പോൾ ഞങ്ങളുള്ള സമയത്ത് ആകെ ഞായറാഴ്ച മാത്രമാണ്, അപ്പോഴും അച്ഛനമ്മ ഉണ്ടാവില്ല, ഭക്ഷണം ഉണ്ടാക്കി വെച്ചേക്കും. അതും അമ്മ വീട്ടിലേക്ക് പോകുന്ന സ്ഥലത്തെ ഭക്ഷണങ്ങൾ, കേക്ക്, ദുബായ് കുട്ടപ്പൻ്റെ വീട്ടിലാണ് പഠിക്കുന്നത്, ഫോട്ടോ വെച്ചിൽ ഏറ്റവും വലിയ പഠിക്കാൻ. അയാളുടെ വീട്ടിലെ എല്ലാ ഫുഡും ഫംഗ്ഷനൊക്കെ വരുമ്പോഴുള്ള ഫുഡൊക്കെ ഞാൻ വീട്ടിലുണ്ടാവും. അപ്പോൾ ഇതൊക്കെ കഴിക്കാൻ വേണ്ടി ഇവർ വരും. ഈ വന്ന ആള് ഞാൻ പറയില്ല, വീട് കാലിൻ്റെ ഉള്ളിലാണ്, പുറത്ത് അകത്തെന്തിറക്കും പുറത്തെന്തിറക്കും. ഈ പയ്യൻ ഇവിടെ വന്നിട്ട് ആ പരിസരത്തുള്ള ചേട്ടന്മാരോടെന്ന് പറഞ്ഞത് എൻ്റെ ഇന്നർ വരെ ഭരത സിനിമയിലുള്ള കാണുന്ന പോലെ ഇതുവരെ കൊണ്ടു കൊടുക്കും. ഒന്ന് ആലോചിച്ച് നോക്കുക, നമ്മുടെ നാട്ടിൽ നടക്കാതൊക്കെ തന്നെ സിനിമയിലുള്ള പലതും വ്യത്യസ്തമൊന്നുമല്ല അല്ലേ. ന്യൂസ് വരെ വന്നിട്ടില്ലേ, എൻ്റെ ലൈഫിൽ വന്നിട്ടുള്ള കാര്യമാണ്. പക്ഷെ ഞങ്ങൾ ഓല വേണതിൽ 10 വയസ്സുള്ള എനിക്ക് ബാത്റൂമിൽ നിന്ന് ഇറങ്ങി ഓടലാണ്ട് വേറെ വഴിയില്ല, പാമ്പിനെ കണ്ട. അത് കണ്ടിട്ട് വേറെ വർത്തമാനം പറഞ്ഞ ആൾക്കാരുണ്ട്. എനിക്ക് 10 വയസ്സോളം വളർച്ച കൂടിപ്പോയി. അന്നും ഈ ചെസ്റ്റും ഇതൊക്കെ എനിക്ക് ഭയങ്കര എനിക്ക് പ്രശ്നം തന്നെയാണ്. എനിക്ക് അങ്ങനെയുള്ള കുട്ടികളെ കാണുമ്പോൾ, വളർച്ചയുള്ള കുട്ടികളെ കാണുമ്പോൾ പേടിയാണ്. കാരണം എൻ്റെ അവസ്ഥ എന്നെ കണ്ട പോലെ തന്നെ ഒരിക്കലും ഇവരെയും കാണാം. മനസ്സിലായാലേ, എത്രയൊക്കെ ഇപ്പൊ വീഡിയോ ഒരു അച്ഛൻ ചെയ്തു, നീ ഇങ്ങനെ കുനിയണ്ട, നീ ഒരു ടീം ഇങ്ങനെ കുനിയാൻ പഠിപ്പിക്കുമ്പോൾ ഒരു അച്ഛൻ നല്ല തൻ്റെ അടുത്ത് പറഞ്ഞു, നീ എന്തിനാണ് മറക്കണ്ടേ, നിന്റെ അശ്ലീലമല്ല എന്ന് കാണിച്ചപ്പോൾ അച്ഛനൊക്കെ ഒരു പ്രൗഡ് തോന്നി. പക്ഷെ പിന്നെ ഞാൻ ആലോചിച്ച്, ആ ഒരു അച്ഛനല്ലേ ഉള്ളൂ, ആ അച്ഛനെ സപ്പോർട്ട് ചെയ്യണതിൽ എത്ര പേരുണ്ടാവും. നീ ഇങ്ങനെ കാണിച്ചാൽ എനിക്ക് അടുത്ത് കിട്ടാനുള്ളതാണ് സത്യം. അങ്ങനെ കാണിച്ചാല് എന്റെ അച്ഛന്റെ സുഹൃത്തുക്കളെ വരെ എനിക്കറിയാം. പക്ഷെ എന്താന്നറിയില്ല, എന്റെ ക്യാരക്ടർ ഇങ്ങനെ കൊണ്ടായിരിക്കാം, സത്യങ്ങൾ വിളിച്ചു പറഞ്ഞാലും അവള് കള്ളിയാണ്. പക്ഷെ ചെയ്തവന്മാര് വന്നു പറയില്ല, ഇല്ല അവര് ഡീസന്റ് ആയിരിക്കും, എവിടെയും മൂലക്ക് അവരിക്കും. ഓവർ ഡീസൻസി കാണിക്കുന്ന ആൾക്കാരെ എനിക്ക് ഇഷ്ടമല്ല, പബ്ലിക്കായിട്ട് മാന്യത കാണിക്കുന്ന ആൾക്കാരെ എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് സുരേഷ് ഗോപി സാറിന് ഇഷ്ടമുള്ളതും ഇപ്പൊ ഭാഷയാണെങ്കിലും ശരി, ഇവരെയൊക്കെ എനിക്ക് എൻ്റെ സുഹൃത്തുക്കളായിട്ട് എൻ്റെ ഇഷ്ടപ്പെട്ട കഥാപാത്രങ്ങളായിട്ട് ഇരിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഷൈൻ ഉൾപ്പെടെയുള്ളവര് എനിക്ക് ഇഷ്ടപ്പെടുന്നത് എന്താണെന്നറിയോ, അവരൊക്കെ പബ്ലിക്കലി മാന്യത നട്ടിക്കണില്ല, മുഖംമൂടിയല്ല. അവരെന്താണ് അവർ യൂസ് ചെയ്യുന്നതിലൊക്കെ അവരങ്ങനെ തന്നെയാണ് പറയുന്നുണ്ട്. മാന്യത അടിച്ചിട്ടുണ്ട്, മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു, അല്ലെങ്കിൽ മറ്റുള്ളവർ ഉപദേശിക്കുന്നു, ഒന്നുമില്ല. അവരവരുടെ ജീവിതം നിൽക്കുന്നു, അവരവരുടെ സ്റ്റൈൽ കാണിക്കുന്നു. എനിക്കതുകൊണ്ട് തന്നെ എനിക്ക് തോന്നും എന്നെപ്പോലെ കുറെ പേരുണ്ട്, ഞങ്ങൾക്കൊക്കെ പ്രാന്താന്ന് ആൾക്കാർ പറയുന്നുണ്ടെങ്കിലും ഞാൻ ലഹരിയാണ്, ഇപ്പൊ എന്നെ കണ്ടത് ലഹരിയാന്ന് പറയും. അതേസമയം ഞാൻ ഈ വേഷത്തിലൊക്കെ നടന്നിട്ടും ഞാൻ എടുത്തും സിഗരറ്റ്, പക്ഷെ എൻ്റെ അടുത്തൊന്നും ലൈറ്റർ വയ്ക്കുന്ന ആൾക്കാരുണ്ട്. ലൈറ്റർ ഉണ്ടോ, ഞാൻ എന്നെ കണ്ടത് തോന്നുന്നുണ്ട്. കളറൊക്കെ ചെയ്തപ്പോ തൊട്ടപ്പുറത്ത് ചുരിദാറിട്ട് വലിക്കാൻ ഞാൻ പറഞ്ഞേ, ആ ചുരിദാറിട്ടം ചോദിച്ചിട്ടുണ്ട്. ഞാൻ അങ്ങനെ തന്നെ പറഞ്ഞു, അതിൻ്റെ അടുത്ത് പോയി ചോദിക്കി, എൻ്റെ വേഷം മാത്രമുള്ളൂ, ഇങ്ങനെ വലിക്കൊന്നുമില്ല. സ്മോക്ക് ഏരിയ ചെന്ന് കഴിഞ്ഞാൽ ഞാൻ ശ്വാസം മുട്ടിച്ചാവും. കാരണം എനിക്ക് പറ്റൂല. ഞാൻ എൻ്റെ ഫ്രണ്ട്സിന്റെ കൂടെ എല്ലാം ട്രാവൽ ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം അവരും ഞാൻ ഡ്രൈവ് ചെയ്യും, അതേപോലെ തന്നെ ഞാൻ കുടിക്കില്ല. അപ്പൊ ഇവർക്ക് വണ്ടി ഇപ്പൊ കുടിച്ച് ഫിറ്റായിട്ടുള്ള ആൾക്കാരുടെ വണ്ടിക്കകത്ത് ഇറങ്ങുള്ളൂ. അത് മാത്രമല്ല, ഞാൻ ഉറങ്ങൂല. ഉറക്കം ഞാൻ പറഞ്ഞില്ലേ, ഞാനൊരു കഴിഞ്ഞ ദിവസം കൂടി പറഞ്ഞോളൂ, ഞങ്ങളെ പോലുള്ള പെൺകുട്ടികൾക്ക് ഉറങ്ങാനുള്ള ഒരു ദിവസം ഇന്നതാ. അതിനുള്ള മരുന്ന് ആദ്യം കണ്ടിരിക്കും. ഈ സ്ലീപ്പിംഗ് പിൽസും ഇതൊന്നും അല്ലാണ്ട്, ഒരു സ്വപ്നവും ദുസ്വപ്നവും ഞെട്ടലും ഇല്ലാണ്ട് ഉറങ്ങാതെ ഒരു ദിവസം ഏതെങ്കിലും ഡോക്ടർ കണ്ടുപിടിച്ചിട്ടുണ്ടെന്ന് ആദ്യം ചെക്ക് ചെയ്യും. എന്നിട്ടല്ലേ 5 ലക്ഷവും 10 ലക്ഷവും ഒക്കെ ഈ ഇങ്ങനെ യൂസ് ചെയ്ത പെൺകുട്ടികൾക്ക് ദാനം കൊടുക്കുക. പിന്നെ മരിച്ചുപോയ പെൺകുട്ടികൾക്ക് എന്തിനാണ് 5 ലക്ഷം?
അടുത്ത നിയമമല്ലേ വേണ്ടേ? ഇനി പെൺകുട്ടികൾക്ക് ഇങ്ങനെ ഉണ്ടാവരുത്. ഈ പറഞ്ഞ ശരീരം വസ്ത്രമാണ് പ്രശ്നമെന്നല്ലെങ്കിൽ ഈ പിഞ്ചു കുഞ്ഞുങ്ങളോട് എങ്ങനെയാണ് അത് തോന്നുന്നത്? ഇതൊരു മാനസിക രോഗമാണ്. ഇപ്പൊ എൻ്റെ അയൽവക്കത്ത് ഒരു പ്രായമുള്ള ഒരാളെ ഞാൻ തെറ്റാലി വെച്ച് അടിച്ചടിച്ച് അയാളുടെ വീട് വരെ ഓടിച്ചിട്ട് ഞാൻ ആദ്യം വിചാരിച്ചു ദൈവമേ പോയി, ഇനി ഇത് അടുത്ത പ്രശ്നം. കാരണം എല്ലാം എൻ്റെ നെഞ്ചത്താണല്ലോ. പക്ഷെ പിറ്റേ ദിവസം ആയപ്പോഴത്തേക്കും കടയിൽ ചെന്നപ്പോൾ അച്ഛന് അയാളെ തല്ലിയില്ലേ, അയാൾ ഇവിടെ വന്നിട്ട് പ്രശ്നം ഉണ്ടാക്കിയിട്ടാണ് അങ്ങോട്ട് പോയത്. മൂക്കിട്ട് പറഞ്ഞു. ഞാൻ പറഞ്ഞ മൂള് തല്ലിയില്ലേ? ഞാൻ പറഞ്ഞാൽ തല്ലി കൊള്ളാം നന്നായി. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഫോണിലുള്ള ആൾക്കാർ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓഫീസറാ സമാധാനം. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഫോണിലുള്ള ചേച്ചിമാരൊക്കെ അതുവരെ ചിരിക്കാത്ത ആൾക്കാരൊക്കെ എന്നെ നോക്കിയിട്ട് ഭയങ്കര ചിരി. അത് കഴിഞ്ഞിട്ട് ഒരു അങ്കിളുണ്ട് സ്ഥിരമായിട്ട്. അങ്കിള് വന്നിട്ട് പറഞ്ഞ് ഞാനൊരു ഡൗട്ട് ചോദിച്ചോട്ടെ, അച്ഛനോട് ചോദിക്കാന്ന് വിചാരിച്ചു, മോളോട് ഞാൻ ചോദിക്കട്ടെ. ഞാൻ ചെന്താ മറ്റേ ആളെ തല്ലിയത് മോളാണ്, എൻ്റെ മോളാന്ന് പറഞ്ഞിരിക്കുക ആൾക്കാരൊന്നും. ഞാൻ പറഞ്ഞു ഞാനാണ്. കുഴപ്പമില്ല, ക്രെഡിറ്റിരിക്കട്ടെ. ഞാൻ എനിക്ക് ഭയങ്കര ഹാപ്പിയായി. എന്നിട്ട് കുറച്ചേരം സംസാരിച്ച് പറഞ്ഞു അയാൾ വർഷങ്ങളായിട്ട് അവിടെ അങ്ങനെയാണ്. അയാൾ വന്നു കഴിയുമ്പോൾ ആൾക്കാരെ ചീത്ത പറയുക. പിന്നെ അയാള് ലഹരിയാണ്, കഞ്ചാവാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പേടിയാണ്, ഭയമാണ് ഇപ്പൊ ലഹരി എല്ലാവർക്കും. കാരണം ഇവരെ തല്ലിയാലേ ഏൽക്കില്ല, ഇവർക്ക് മുറിവുകൾക്ക് വേദനയില്ല. ഇവരെ ഈ സാധനം കയറ്റിക്കുന്ന സമയത്ത് ഇവർക്ക് ഒന്നിനെയും ഭയമില്ല. പിന്നെ ഇവരെങ്ങനെ അടക്കും? ഇവരെങ്ങനെ ഇതിന് ഇതാക്കും? അവരുടെ ദേഹത്ത് കൈതോടാണ്ട് തന്നെ ഇപ്പൊ ഞാൻ ലൈവ് ഇടുന്നത് പലപ്പോഴും അവരെ ഞാൻ തല്ലാറില്ല. അവരെ റേസ് ചെയ്ത് നിർത്തിയിട്ട് നിയമം നടപടി എടുക്കേണ്ട ആൾക്കാർ വരുന്നവരെ പിടിച്ചു നിർത്താറുള്ളൂ. പക്ഷെ പിന്നീട് പുറത്തിറങ്ങിയിട്ട് വീണ്ടും അത് തന്നെ തുടരുക, തിരുത്തണില്ല. അവരെ ഞാൻ പബ്ലിക്കിൽ ഇടുന്നതല്ല. അവര് എന്താ പറയാ, ഈ ഒരു പേരുമ്പോൾ കുറച്ച് പെൺപിള്ളേരെയും കൂടി കൂട്ടിയിട്ട് പെൺപിള്ളേരെ കയറി പിടിച്ചു എന്നുള്ള രീതിയിലാണ് കാണാൻ. അത് ചെയ്യണ്ട. നിങ്ങൾക്ക് ചെയ്യണം, നിങ്ങൾ ചെയ്യും. ഈ പെൺകുട്ടികൾക്ക് ലഹരി കൊടുത്തത് നിങ്ങളെ കൂടെ. ഞാൻ എപ്പോഴും കാണുന്ന ഒരു കാര്യമാണ്, മുമ്പൊക്കെ ഞങ്ങൾ ആൺകുട്ടികളും പെൺകുട്ടികളും കൂടുതൽ നടക്കുന്നത് ഭയങ്കര രസമാണ്. പക്ഷെ അതിൻ്റെ സൈക്കോളജി മനസ്സിലാക്കിയത് കുറച്ചുകൂടെ മുതിർന്ന് കഴിഞ്ഞപ്പോൾ. അന്ന് ആ സൈക്കോളജി ഇല്ല ഞങ്ങൾക്ക്. പക്ഷെ മുതിർന്ന് കഴിഞ്ഞപ്പോൾ മനസ്സിലായി, ഒരു 5 ആൺകുട്ടികളുണ്ടെങ്കിൽ ഒരു പെൺകുട്ടി ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ 2 കൂടുതൽ, എത്രത്തോളം കൂടുതൽ പെൺകുട്ടിയുണ്ടോ ആ ഗ്യാങ് എപ്പോഴും വളർന്നിരിക്കും. എന്താണെന്നറിയോ, പെൺകുട്ടികൾ എപ്പോഴും മാർക്കറ്റിൽ പ്രൊഡക്റ്റ് കാരണം അവരെ കണ്ടുകൊണ്ടാണ് അടുത്ത ആൾക്കാർ തന്നെ ആൾക്കാരും ഉണ്ടാകും. പിന്നെ അത് കഴിഞ്ഞ് ഇപ്പോൾ അതെങ്ങനെ മനസ്സിലായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ കുഞ്ഞിലെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, എൻ്റെ ആങ്ങളുടെ ഫ്രണ്ടാണ്, എൻ്റെ കൂട്ടുകാരത്തിൻ്റെ ആങ്ങളെയാണ്. അപ്പോൾ ആളെപ്പോഴും പറയും, എന്നെ പരിചയപ്പെടുന്ന ആൾക്കാരോടൊക്കെ പറയും, ശ്രീമാൻ എന്ന പേര്. ആളെപ്പോഴും പറയും, ഞാൻ ഇവള് ചെറുതിൽ വരുമ്പോഴത്തേക്കും ഞാനിങ്ങനെ വായി നോക്കാം 10ാം ക്ലാസ് പഠിക്കുമ്പോൾ ഒന്നും പറഞ്ഞിങ്ങനെ നിൽക്കും. എൻ്റെ പെങ്ങളുടെ കൂട്ടുകാരത്തിയാണല്ലോ, വരുമ്പോൾ തന്നെ ഇവള് ഹായ് ബ്രോ എന്നൊരൊറ്റ ഡയലോഗ് പറയും. അതോടുകൂടി എൻ്റെ ചങ്കിലെല്ലാം പടപ്പം നിന്നു. ആങ്ങളെയല്ലേ, ശരി, ഇത്രേ ഉള്ളൂ. ഞാൻ എൻ്റെ സുഹൃത്തുക്കളും അങ്ങനെ തന്നെയാണ്. കുറച്ച് പേര് മാത്രം അത് അംഗീകരിക്കില്ല. പിന്നെ എനിക്കിഷ്ടം തോന്നി ഞാൻ ഇഷ്ടമെന്ന് പറയും, അതിൽ അഡിക്റ്റായിട്ട് നിൽക്കുകയും ചെയ്യും. പക്ഷെ പിന്നെ പറ്റിക്കണം എന്നാണോ പറയണതൊക്കെ ഞാൻ പറയാറുണ്ട്. ഏറ്റവും പോണതിന് മുമ്പ് നേരത്തെ പറയാം എങ്ങനെയാണ്, അല്ലെങ്കിൽ എന്നോട് ബന്ധം സ്ഥാപിക്കുമ്പോൾ തന്നെ പറയാം ഇത് സീരിയസ് അല്ല കേട്ടോ, തമാശയ്ക്കാ. ഞാനും തമാശക്ക് എടുക്കുള്ളൂ. പിന്നെ പറയാൻ നിൽക്കുന്നത് തമാശ ഇറങ്ങില്ലേടി സീരിയസ് ആണ്, അത്രേ എനിക്ക് നിർബന്ധമാണ്. കാരണം ഞാൻ ആ തലച്ചോറിൽ കേൾക്കാൻ എനിക്ക് താല്പര്യമില്ല. ഏത് ബന്ധമാണെങ്കിലും ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിലും ശരി, ഞാൻ പറയും സത്യസന്ധമായിട്ട് നോണ പറഞ്ഞിട്ട് എൻ്റെ ലൈഫിലേക്ക് വരാൻ നിൽക്കുന്നത്. ഫ്രണ്ട്സ് ആണെങ്കിലും ശരി, ഏത് ബന്ധമാണെങ്കിലും ശരി, അനിയന്മാരാണെങ്കിലും ശരി, അനിയത്തിയാണെങ്കിലും ശരി. കാരണം എനിക്ക് നല്ല പണി കിട്ടി പണ്ടറിഞ്ഞാളാ, എനിക്കിനി വയ്യ. ഈ പറയുന്ന കേട്ടിട്ടുണ്ട്, ഈ ആണുങ്ങൾ ഇപ്പൊ ഒരു കമ്മിറ്റ്മെന്റ് അല്ലെങ്കിൽ കമ്മിറ്റഡ് റിലേഷൻഷിപ്പ് ആവുകയാണെങ്കിലും ഇച്ചിരി നാള് ആ ഒരു പെങ്കൊച്ചിനെ വളക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഫേക്ക് അടിക്കും, അല്ലെങ്കിൽ സ്വഭാവം എന്താണോ അതൊക്കെ ഒളിപ്പിച്ച് വെച്ചിട്ട് ഡീസന്റ് ആവുന്നൊക്കെ അങ്ങനെയാണെന്ന് തോന്നിയിട്ടുണ്ട്. അനുഭവം സത്യം ഞാൻ പറയാറുണ്ട്. ഞാൻ എന്നെ ഇത് പറഞ്ഞ ആൾക്കാരോട് പറയും, ഞാൻ പറയും എനിക്ക് വെച്ചാടി പോയി ഡ്രസ്സ് എടുക്കണം, പൈസ എടുക്കും. എന്നോട് എന്തെങ്കിലും പറഞ്ഞ ആൾക്കാരോട്, അഫയറോട് വരുന്ന ആൾക്കാരോട് ഞാൻ പറയാറുള്ള കാര്യമാണ്, എനിക്ക് വെബ്സൈറ്റിൽ നിന്ന് ഡ്രസ്സ് എടുക്കണം, എനിക്ക് തെറ്റാലി വേണം, എനിക്ക് ചോക്ലേറ്റ് വേണം. ഇതൊക്കെ എനിക്ക് പറഞ്ഞ സാധനങ്ങളൊക്കെ എത്തിച്ചെന്നാൽ ഞാൻ ഓക്കെ. എനിക്ക് പറഞ്ഞ ചൂണ്ടിക്കാണിക്കുന്ന സാധനം എനിക്ക് കിട്ടിയാൽ മാത്രമാണ് എനിക്ക് നിന്നോട് ഇതാക്കാൻ പറ്റും. കാരണം എന്താണെന്നറിയോ, നിനക്ക് വേണ്ടി ഞാൻ മാറണം, നിനക്ക് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യണം, നിനക്ക് വേണ്ടി ഫുള്ളായിട്ടും ഇരിക്കണം. ഒക്കെ കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോൾ നീ അങ്ങോട്ട് കുടിച്ചിട്ട് അങ്ങോട്ട് പോകും. കുറച്ച് കഴിയുമ്പോൾ ഞാൻ മൂലക്കിടന്ന് കരയണം, എനിക്കത് താല്പര്യമില്ല. നീ പോയി കഴിഞ്ഞാൽ എനിക്ക് ഹാപ്പി ആയിരിക്കണം. കാരണം കൊള്ളാം, എനിക്ക് ഇത്ര ലാഭമില്ലെന്ന് എന്റെ മൈൻഡ് അങ്ങനെ ആക്കി കളഞ്ഞു. കാരണം ഒരു ലൈഫ് ചെന്ന് കഴിഞ്ഞാൽ അത്രയും ഉപദ്രവം സഹിച്ച് ഞാൻ ഇറങ്ങിപ്പോന്ന ആളാണ്.
1 ലൈഫല്ല 3 ലൈഫ്. 3 ലൈഫ്. അപ്പൊ ഈ 3 ലൈഫിലും ഞാൻ അനുഭവിച്ചത്തോളം എന്താ പറയാ, എനിക്ക് ഞാൻ പെൺകുട്ടികൾ ആരെന്തോളം പറയട്ടെ, ഞാനിപ്പോ ഒരു ദിവസം ഹാപ്പി ആയിരുന്നു, ഒരു ദിവസം മതി, നാളത്തേക്ക് ഞാൻ ചിന്തിക്കണില്ല. കാരണം നാളെ ചിലപ്പോൾ ഇടിവെട്ടി പഴയത് ഞാൻ ഒലിച്ചു പോയാൽ തീർന്നില്ലല്ലോ. അതുകൊണ്ട് ഞാൻ എല്ലാവരും പറയും, ഇന്നുണ്ടോ, ഇന്ന് ഇത്രത്തോളം ഹാപ്പി ആയിരിക്കും. പിന്നെ നിങ്ങൾക്ക് ബോറടിക്കണ്ടോ, ഹസ്ബൻഡും വൈഫും ബോറടിക്കണ്ടോ, കാമും നിങ്ങൾ പബ്ബിലൊക്കെ പോയിട്ട് ഒന്ന് ഡാൻസ് ഒക്കെ ചെയ്യും. നിങ്ങൾ നിങ്ങളുടെ സ്വന്തം കുറച്ച് നേരത്തൊക്കെ ആകുന്ന നല്ല ഫ്രണ്ട്സായിട്ട് മാറും. നിങ്ങൾ ബ്രേക്കപ്പ് പോറാം, അത് നിങ്ങൾ നല്ല ഫ്രണ്ട് ആയിട്ടിരിക്കാട്ടാ എന്ന് പറഞ്ഞു നിന്നിട്ട് അവള് വേറൊരുത്തരോട് ഡാൻസ് ചെയ്തിട്ട് ഇവൻ വേറൊരുത്തര് പരസ്പരം കുശിമുണ്ടാവും നോക്കാം. ഇപ്പൊ ആണിന് പെണ്ണെ വേണ്ടെന്ന് നോക്കണമെന്നുണ്ടെങ്കിൽ ഒന്നും നോക്കണ്ട, അപ്പൊ തന്നെ അടുത്ത പബ്ബിൽ പോയിട്ട് നല്ല ഡാൻസ് ചെയ്യാം. ഫ്രണ്ട്സിനെ വിളിച്ചിട്ട് നിനക്ക് ഇഷ്ടമുള്ള ഒരാളുടെ കൂടെ ഡാൻസ് ചെയ്ത് ഇങ്ങനെ കാണിക്കാൻ വേണ്ടി ഒന്ന് കാണിച്ചോക്കെ, അവന് കുശിമുണ്ടാവും. അവനൊക്കെ പക്ഷെ ഒരു കാര്യം, അവനൊക്കെ അടിപൊളിയായിരിക്കണം അടുത്ത ആള്, എന്നാ മാത്രമേ ആ കുശിമുണ്ടാവുള്ളൂ. എന്താ പറയാ, അങ്ങനെയുണ്ട്. ഇതൊക്കെ പോവാ.